നമസ്കാരം. അല്ലയോ പ്രതിപക്ഷ നേതാവ്, എനിക്ക് അങ്ങയോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. അതും പൂരവിവാദത്തെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എന്താണെന്നല്ലേ? തൃശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മിൽ കണ്ടതെന്ന്. ഇവര് തമ്മിൽ കണ്ടപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്, കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്, അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. അല്ലാതെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം ശരിയാണ്, അങ്ങ് പറഞ്ഞിട്ടില്ല, അതങ്ങ് സമ്മതിച്ചു തരാം. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് ആ സംശയം അങ്ങ് ഉറപ്പിച്ചാലോ? എന്തു പറയുന്നു സതീശ? അപ്പൊ എങ്ങനെ, ഒന്ന് നോക്കാം അല്ലേ? BJPയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. ADGP RSS സന്ദർശനം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കിട്ടിയ വിവരം പലതവണ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമത്രേ ആരോപണമായി എത്തിയതുപോലും. ഇടനിലക്കാരന്റെ പേരും പോയ വാഹനവും ഉൾപ്പെടെ എല്ലാം ഉറപ്പുവരുത്തി 100% ബോധ്യത്തോടെയാണ് ആരോപണം ഉന്നയിച്ചത്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ? പറഞ്ഞയച്ചവർക്കല്ലേ അത് കൃത്യമായി പറയാൻ കഴിയൂ. എന്താ സതീശ ഇങ്ങനെ? പ്രതിപക്ഷ നേതാവേ, ADGP MR അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ല. CPMുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരിച്ചടിച്ചു. ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു വിവാദത്തിലും CPMന് താല്പര്യമില്ല. മനസ്സിലായോ സതീശ? തൃശൂർ പൂരം കലക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് ADGP RSS നേതാവിനെ കണ്ടുവന്ന സതീശന്റെ ആരോപണത്തെയാണ് അസംബന്ധമെന്ന് ഞാൻ പറഞ്ഞത്. CPMന്റെ BJPയോടുള്ള നിലപാട് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണമെന്നില്ല. തൃശൂരിൽ BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. അക്കാര്യം കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് നടക്കുന്നത്. നോക്കാം ഏതുവരെ പോകുമെന്ന്. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പോലെ സതീശൻ വായ് പോയ ഒരു കോടാലിയ, പലതും പറയും, പക്ഷെ അതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്. അതാണല്ലോ സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ.